നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് EFB ബാറ്ററിയെ പറ്റിയാണ്. അപ്പൊ നമുക്ക് EFB ബാറ്ററി എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം EFB ബാറ്ററിയുടെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതെന്താണ് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യത്തെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ EFB ബാറ്ററിയുടെ ഫോട്ടോസ് ഒക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് EFB ബാറ്ററി എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഇപ്പൊ നോർമലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലഡഡ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ബാറ്ററിയാണ് എൻഹാൻസ്ഡ് ഫ്ലഡഡ് ബാറ്ററി അഥവാ അഡ്വാൻസ്ഡ് ഫ്ലഡഡ് ബാറ്ററി എന്നൊക്കെ പറയും. ഇപ്പം എക്സൈഡിന് ഇതിന്റെ ബാറ്ററികളൊക്കെ അവൈലബിൾ ആണ്. എൻഹാൻസ്ഡ് ഫ്ലഡഡ് ബാറ്ററിയുടെ 3 തരത്തിലുള്ള ബാറ്ററികൾ ഇപ്പൊ എക്സൈഡിന് അവൈലബിൾ ആണ്. ഒന്ന് 47 എച്ചിന്റെ ബാറ്ററി, 2 52 എച്ചിന്റെ ബാറ്ററി, മൂന്നാമത് 78 എച്ചിന്റെ ബാറ്ററി. ഇതിന്റെ എല്ലാം വാറണ്ടി കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ്മെന്റും 2 വർഷം പ്രൊറേറ്റ ആയിട്ടാണ് ഈ ബാറ്ററിയൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. പ്രധാനമായിട്ട് EFB ബാറ്ററികൾ ISS ഫംഗ്ഷന് വേണ്ടിയിട്ട് അഥവാ ഐഡിയൽ സ്റ്റാറ്റ് ഓഫ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രധാനമായിട്ട് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് ഫ്യൂവൽ സേവിങ്ങിന് വേണ്ടിയിട്ടും രണ്ടാമത് എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടെക്നോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചാർജ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് എൻഹാൻസ്ഡ് ഫ്ലഡഡ് ബാറ്ററി. അതുകൊണ്ട് തന്നെ ISS ഫംഗ്ഷനൊക്കെ വളരെ സൂട്ടബിൾ ആണ് ഈ EFB ബാറ്ററി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് താപത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ പ്രധാനമായിട്ട് ഈ ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എഞ്ചിൻ ഫൗണ്ടേഷനോട് വളരെ അടുത്തായിട്ടായിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ നിന്നുള്ള ചൂട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി ഡിക്രീസ് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വളരെ സൈക്ലിംഗ് ലൈഫ് നോർമലായിട്ടുള്ള ഫ്ലഡഡ് ലെഡ് ആസിഡ് ബാറ്ററിയെ കമ്പയർ ചെയ്യുമ്പോൾ സൈക്ലിംഗ് ലൈഫ് വളരെ കൂടുതലുള്ള ഒരു ബാറ്ററിയാണ്. മൂന്നാമത്തത് ഫ്ലഡഡ് ലെഡ് ആസിഡ് ബാറ്ററിയെ കമ്പയർ ചെയ്യുമ്പോഴത്തിന് 1000 എന്നൊരു ബാറ്ററിയാണ് ഈ EFB ബാറ്ററി എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ലളിതമായ രീതിയിൽ ISS ഫംഗ്ഷന് വേണ്ടിയിട്ട് സൂട്ടബിൾ ആവുന്ന രീതിയിലാണ് ഈ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ 5 ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വന്നിരിക്കുന്ന EFB ബാറ്ററി ആണെങ്കിൽ എപ്പോഴെങ്കിലും അത് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ആ EFB ബാറ്ററി ആണ് തന്നെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം EFB ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ടും അതുപോലെ തന്നെ കംഫോർട്ട് ഫംഗ്ഷൻ ആയിട്ടും അതുപോലെ തന്നെ ISS ഫംഗ്ഷൻ ആയിട്ടും വളരെ ലിങ്ക് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഇതിനാവശ്യമാകുന്ന ഊർജ്ജം സപ്പോർട്ട് ചെയ്തക്ക രീതിയിലാണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് EFB ബാറ്ററി അല്ല നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ISS ഫംഗ്ഷനും അതുപോലെ കംഫോർട്ട് ഫംഗ്ഷനും അതുപോലെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിനൊക്കെ തകരാറിലായി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് EFB ബാറ്ററികളാണോ നമ്മൾ റീപ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഷെയർ ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം. ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്.